നമസ്കാരം. ഈ വാർത്താതലത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താസന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കിളിമാനൂരിലെ വീട്ടിൽ SIT പരിശോധന. തട്ടിയെടുത്ത സ്വർണം എവിടെയെന്ന് കണ്ടെത്താനാണ് രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത്. ഹൈദരാബാദിൽ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല. വിശ്വാസവഞ്ചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും 2 കിലോ സ്വർണം കവർച്ച നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. ഇക്കാര്യത്തിലാണ് നിലവിൽ SIT അന്വേഷണം. ഇന്നലെ വൈകുന്നേരം മുതൽ SIT നടത്തിയ ചോദ്യം ചെയ്യലിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയില്ല. പൂജിക്കാൻ കൊണ്ടുപോയി എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി SIT സംഘം പൂർണ്ണമായും തള്ളുന്നു. ഇതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT പരിശോധന നടത്തിയത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ, ആസ്തി വിവരങ്ങൾ, യാത്രാരേഖകൾ എന്നിവയാണ് പരിശോധിച്ചത്. സ്വർണ്ണപ്പാളികൾ ഹൈദരാബാദിൽ സ്വീകരിച്ച നാഗേഷിനെ കണ്ടെത്തി ഉടൻ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഭഗവാന്റെ ഒരു തന്നെ പൊന്നെങ്കിലും ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അത് തിരിച്ചെടുക്കണമെന്ന് മാത്രമല്ല, തിരിച്ചു പിടിക്കണമെന്ന് മാത്രമല്ല, കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. മുരാരി ബാബു ഉൾപ്പെടെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും. ഇതിനായി SIT ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വിവരമുണ്ട്. 24 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം പന്തളത്ത്. KPCC പുനഃസംഘടനയിൽ ഇടഞ്ഞ K മുരളീധരനും അതൃപ്തി പരസ്യപ്പെടുത്തിയ ചാണ്ടിയുമ്മൻ MLAയും സംഗമത്തിൽ പങ്കെടുക്കും. മഹാസംഗമത്തിന്റെ ഭാഗമായുള്ള പദയാത്രയ്ക്ക് പന്തളത്ത് വരവേൽപ്പ് നൽകുകയാണിപ്പോൾ. മുതിർന്ന UDF നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ പന്തളത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി. സുജിത്ത്, ഇതിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിണക്കങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി K മുരളീധരൻ എത്തുന്നു, ചാണ്ടിയുമ്മൻ എത്തുന്നു. പദയാത്ര ഇപ്പോൾ എവിടെയാണ്? മഹാസംഗമം നടക്കുന്ന വേദിയിലേക്ക് എത്തിയോ? അനുജ, ഈ വിശ്വാസ സംരക്ഷണ പദയാത്ര പന്തളത്തെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പ്രധാന വേദിയിലേക്ക് എത്തുമ്പോൾ അവിടെ ചേരുന്ന വിശ്വാസ സംരക്ഷണ മഹാസംഗമത്തിൽ ജാഥയിലെ ഒരു ക്യാപ്റ്റനായിരുന്ന K മുരളീധരൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഇവിടുത്തെ ഓരോ നേതാക്കന്മാരും, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ തർക്കങ്ങളും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് K മുരളീധരനുള്ള അതൃപ്തികളും ഒക്കെ പറഞ്ഞു പരിഹരിച്ചു എന്നാണ് നേതാക്കന്മാർ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പന്തളം പട്ടണത്തിലേക്ക് വിശ്വാസ സംരക്ഷണ മഹാസംഗമം എത്തി നിൽക്കുകയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ, ഈ ജാഥ എത്തുമ്പോൾ, ആ പ്രധാന നേതാക്കന്മാരൊക്കെ തന്നെ ജാഥയുടെ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. വിശ്വാസ സംരക്ഷണ പദയാത്രയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് UDFന്റെ മുഴുവൻ നേതാക്കന്മാരും ഈ യാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് MP യാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയിൽ ഒന്നിനെ നയിച്ചതും ഒപ്പം ഇന്നത്തെ UDFന്റെ ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയ്ക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നതും. ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയുടെ ഓരോ നേതാക്കന്മാരെയും പന്തളത്തേക്ക് എത്തിയപ്പോൾ ഈ പ്രധാന നേതാക്കന്മാരെയൊക്കെ ഹാരാർപ്പണം നടത്തിയും പഞ്ചവാദ്യത്തോടെയുമാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഇവിടെ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികൾ അടക്കമെത്തി ജാഥാ അംഗങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുതിർന്ന നേതാക്കളായ മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരാണ് ഈ ജാഥയെ നയിക്കുന്നത്. ഇവിടെ പ്രശ്നങ്ങളില്ല, കോൺഗ്രസ് പ്രശ്നങ്ങളില്ല. K മുരളീധരൻ UDFന്റെ വിശ്വാസ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവരെ എല്ലാം തന്നെ യോജിപ്പിച്ചുകൊണ്ടുള്ള ആണ് ഇത്തരത്തിൽ വിശ്വാസ സംരക്ഷണ മഹാസംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. കാരക്കാട് നിന്നും ആരംഭിച്ച വിശ്വാസ സംരക്ഷണ പദയാത്ര ഇപ്പോൾ പന്തളത്തേക്ക് എത്തുമ്പോൾ ജനാരവമാണ് ഈ യാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. പ്രധാനമായും കാരക്കാട് നിന്ന് ആരംഭിക്കുമ്പോൾ ഉള്ള പ്രവർത്തകരെക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയായി പന്തളം നഗരത്തിലേക്ക് എത്തുമ്പോൾ ജാഥയിലെ അണിനിരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. മുത്തുക്കടകളും പഞ്ചവാദ്യങ്ങളും ഒക്കെയാണ് ഈ വിശ്വാസ സംരക്ഷണ പദയാത്രയെ പ്രവർത്തകർ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് UDF പ്രവർത്തകർക്കും വിശ്വാസികളും ഈ യാത്രയിൽ പങ്കെടുക്കുന്നുവെന്നാണ് നേതാക്കന്മാർ പറയുന്നത്. കൂടാതെ
മുൻ മേൽശാന്തിമാരും അതുപോലെ തന്നെ UDF-ന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം അല്പസമയത്തിനകം പന്തളത്ത് നടക്കും. അതിന് മുന്നോടിയായുള്ള പദയാത്രയ്ക്ക് വരവേൽപ്പ് നൽകുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുതിർന്ന നേതാക്കളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ കെ മുരളീധരനും ചാണ്ടിയുമ്മനും എത്തിച്ചേരും. KPCC പുനഃസംഘടനയിൽ ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിച്ച് നേതൃത്വത്തിനെതിരെ പോർമുഖം തുറന്ന കെ മുരളീധരൻ വഴങ്ങിയത് KC വേണുഗോപാലുമായി നടത്തിയ ചർച്ചയിലാണ്. വിശ്വാസ സംരക്ഷണ ജാഥ സമാപനത്തിൽ നിന്ന് വിട്ടുനിന്ന ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരൻ പന്തളത്തേക്ക് പുറപ്പെട്ടു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്ഷുഭിതനായി. തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവരെ KPCC പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ അമർഷം തന്നെയാണ് മുരളീധരനെ കടുത്ത നടപടിയിലേക്ക് നയിച്ചത്. ജാഥ പന്തളത്ത് സമാപിക്കുമ്പോൾ മുരളീധരൻ ഇല്ലെങ്കിൽ തിരിച്ചടിയാകുമെന്ന് AICCയും വിലയിരുത്തി. പിന്നാലെ KC വേണുഗോപാൽ തന്നെ കെ മുരളീധരനെ ഫോണിൽ ബന്ധപ്പെട്ടു. പന്തളത്തേക്ക് മടങ്ങി വരണം, പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാം, 22-ന് കോഴിക്കോട്ടെത്താമെന്നും KCയുടെ ഉറപ്പ്. KPCC നേതൃത്വത്തിനെതിരായ പരാതികളും പരിഭവങ്ങളും കെ മുരളീധരൻ തുറന്നു പറഞ്ഞു. ഒടുവിൽ തന്നോടൊപ്പമുള്ള നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം തൃശൂരിൽ നിന്ന് റോഡ് മാർഗം മുരളീധരൻ പന്തളത്തേക്ക് തിരിക്കുകയായിരുന്നു. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചു. അന്ന് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. പുനഃസംഘടനയിൽ ഇത്രയും അതൃപ്തി മുൻപ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്ന പരിഹാസമായിരുന്നു കെ സുധാകരന്. എല്ലാം തൃപ്തനാണ്, സംതൃപ്തിയിലാണ്. ഇത്തരം ഒരു നല്ല തൃപ്തി എനിക്ക് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല. വിശ്വാസ സംരക്ഷണ ജാഥ സമാപനത്തിന് ശേഷം നേതാക്കളുമായി ചർച്ച നടത്താനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 5 വർഷം തടവും. പ്രതി 3.25 ലക്ഷം രൂപ പിഴ ഒടുക്കണമെന്നും പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതി വിധിച്ചു. പരോൾ നൽകേണ്ട സാഹചര്യം ഉണ്ടായാൽ സാക്ഷികളുടെ സുരക്ഷ പോലീസ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. 44 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകം, അതിക്രമിച്ചു കടക്കൽ എന്നിവയ്ക്കാണ് ജീവപര്യന്തം. തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം തടവും വിധിച്ചു. ഇതിനു പുറമെ 3,25,000 രൂപ പിഴയും ഒടുക്കണം. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 9 മാസവും കൂടി കഠിന തടവ് അനുഭവിക്കണം. കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാവില്ലെന്നും പ്രതിയുടെ മാനസിക നില ഭദ്രമെന്നും കോടതി നിരീക്ഷിച്ചു. കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ലും 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിഴത്തുക സജിതയുടെ ബന്ധുക്കൾക്ക് നൽകണം. ഇല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റി കുടുംബത്തിന് പണം നൽകാൻ നടപടി സ്വീകരിക്കണം. വിധിയിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. കോടതി വിധിക്ക് പിന്നാലെ ചെന്താമരയെ മലമ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റി. 2019 ഓഗസ്റ്റ് 31-നാണ് സജിതയെ അയൽവാസിയായ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതി പിന്നീട് 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ പ്രതിയെ 21-ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. 24 പാലക്കാട്. വിധിയിൽ പൂർണ്ണ തൃപ്തർ എന്നായിരുന്നു സജിതയുടെ മക്കളുടെ പ്രതികരണം. ചെന്താമര ഇനി പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്നും മക്കളായ അഖിലയും അതുല്യയും പറഞ്ഞു. ശിക്ഷയിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്നും കോടതി വിധിയിൽ തൃപ്തിയുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി SP അജിത് കുമാർ പറഞ്ഞു. സജിതയുടെ മക്കളായ അഖിലയും അതുല്യയും വിധി കേട്ടത് നിറകണ്ണുകളോടെ. അമ്മയെ ഇല്ലാതാക്കിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചെന്നും വിധിയിൽ പൂർണ്ണ തൃപ്തരെന്നും പ്രതികരണം. ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ്, ഞങ്ങൾക്ക് തൃപ്തിയാണ്. കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇയാൾ പുറത്തിറങ്ങരുത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ തീർത്തും തൃപ്തരാണ്? തൃപ്തരാണ്. ശാസ്ത്രീയ തെളിവുകൾ നിർണായകമായെന്ന പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ. അന്വേഷണ സംഘത്തിന് അഭിനന്ദനം. ഫുട് പ്രിന്റ്സ്, പിന്നെ പോക്കറ്റിന് ഒരു പീസ് ഓഫ് ക്ലോത്ത്, ദാറ്റ് ഓൾ എവറിത്തിങ് അത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു കറക്റ്റ് പ്രതിയിലേക്ക്. എല്ലാം നഷ്ടപ്പെട്ട അഖിലയ്ക്കും അതുല്യയ്ക്കും
സർക്കാർ ജോലി നൽകണമെന്ന് സജിതയുടെ സഹോദരി സരിത ആവശ്യപ്പെട്ടു. എൻ്റെ മക്കൾക്ക് അമ്മയില്ല അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ്, അഡ്രസ് ഇല്ലാണ്ടാക്കിയതാണ്. ഇനി സർക്കാർ എന്തെങ്കിലും ഒരു ജോലി മക്കൾക്ക് കിട്ടണം എന്നുള്ളത് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇരട്ട കൊലപാതക കേസിൽ കൂടി അർഹമായ ശിക്ഷ ചെന്താമരയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും പ്രോസിക്യൂഷനും. 24 പാലക്കാട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരാൻ സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. നാളെയും മറ്റന്നാളും 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ഇന്നലെ രാത്രി പെയ്ത തീവ്രമഴയിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. നിരവധി വാഹനങ്ങളും വളർത്തുമൃഗങ്ങളും ഒലിച്ചുപോയി. ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. ഇന്നലെ രാത്രി 10 മണിക്ക് തുടങ്ങിയ മഴ പുലർച്ചെ 4 മണി വരെ നിർത്താതെ പെയ്തു. കുമളിയിൽ തോട് കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി. കുടുങ്ങിക്കിടന്നവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. ഞാൻ തിണ്ണ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ടി വിയും കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞാൻ ഓർത്ത് മഴ മാറുമ്പോഴത്തേന് കയറി വരാനോ പറഞ്ഞപ്പോഴത്തേന് അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പെരക്കകത്ത് വെള്ളം കയറി. സെക്കൻഡ് കൊണ്ട് വെള്ളം കയറി പോന്നു. ഞങ്ങൾക്ക് യാതൊരു മാർഗ്ഗമില്ലാതെ പോയി. അവസാനം വീട് തന്നെ കഥ കടഞ്ഞു പോയി. പിന്നെ വീടിനകത്ത് പാമ്പ് കയറി. ഇന്നലെ വെള്ളം കയറി പാമ്പും വന്നു. രക്ഷിക്കാൻ വന്ന ആളുകളെ ഫയർഫോഴ്സ് വന്നു. ഇങ്ങനെ കോള് വന്നപ്പോഴേത്തിന് ഇറങ്ങി നോക്കിയ സമയം കൊണ്ട് വെള്ളം കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം എടുത്തെല്ലാം പൊക്കി വെച്ചു, എങ്കിലും പുറകെ പാമ്പ് കയറി. 42 കുടുംബങ്ങളെ ഹോളിഡേ ഹോമിലേക്ക് മാറ്റി പാർപ്പിച്ചു. ഇടുക്കി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി. മുണ്ടിയെരുമ, തൂക്കുപാലം ഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറുന്നത് കണ്ട് ടെറസിന് മുകളിൽ കുടുങ്ങിയ ആളുകളെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. നെടുങ്കണ്ടം തൂക്കുപാലത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും കാറും ഒലിച്ചുപോയി. കട്ടപ്പന കുന്തളംപാറയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മണ്ണിടിച്ചിലുണ്ടായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നതോടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നു. കല്ലാർ ഡാമും തുറന്നിട്ടുണ്ട്. 24 ഇടുക്കി. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ കൂറ്റൻ മരം ഒടിഞ്ഞു വീണിരിക്കുന്നു എന്നതാണ്. ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടിരി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള വൻ മരമാണ് ഒടിഞ്ഞു വീണത്. തലനാരിഴയ്ക്ക് വലിയ ദുരന്തം ഒഴിവായിട്ടുണ്ട്. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ആ സമയത്ത് ആ പ്രദേശത്ത് ആളുകളോ വാഹനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണോ? വലിയ മരമാണല്ലോ കടപുഴകി വീണത്. അനുജ, ഈ വലിയ തിരക്കേറിയ മേഖലയാണ്. നിരവധി വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് കാണാം. അതിനിടയിലാണ് ഒരു വശത്ത് വലിയ കൊമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ മേലെ വെട്ടിക്കാട്ടേരി ബസ് സ്റ്റോപ്പിന് സമീപം ഈ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണത്. ഇതോടുകൂടി ഒരു കെട്ടിടത്തിന്റെ ഒരു വശമാകെ തന്നെ തകർന്നിട്ടുണ്ട്. കാലങ്ങളായി ജീർണാവസ്ഥയിലുള്ള മരമായിരുന്നു ഇതെന്നുള്ളതാണ് പറയുന്നത്. പലപ്പോഴും അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടെന്ന്. പക്ഷേ അതിലൊരു നടപടി ഉണ്ടാകാതെ പോയതാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും വാഹനങ്ങളോ മറ്റാളുകളോ ഇതിനിടയിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ അപകടം ഒഴിവാക്കിയത്. ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. കൂറ്റൻ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു എന്നതാണല്ലേ വ്യക്തതയ്ക്ക് വേണ്ടി? അനുജ, വലിയ ഒരു ശിഖരമാണ്. അത് വലിയ വലിപ്പത്തിലുള്ള ശിഖരമാണ്. ആ ശിഖരമാണ് ഒടിഞ്ഞു വീണത്. അനുജ, തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലാണ് ഒരു വലിയ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണത്. ചെറുതുരുത്തി മേലെ വെട്ടിക്കാട്ടിരി ബസ് സ്റ്റോപ്പിന് സമീപം ഒരു വലിയ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല, വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദുരന്തമൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ്. കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ കനക്കുകയാണ്. പുഴകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പാലക്കാട് കുട്ടനാട് ഇടിമിന്നലേറ്റ് യുവതിക്ക് പരുക്കേറ്റു. താമരശ്ശേരി, പുതുപ്പാടി, കണ്ണപ്പൻകുണ്ട്, അടിവാരം, കോടഞ്ചേരി മേഖലകളിലാണ് മഴ ശക്തിയേറുന്നത്. താമരശ്ശേരി വെസ്റ്റ് കൈതപ്പൊയിലിൽ കടകളിൽ വെള്ളം കയറി. മണവയൽ പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇവിടെ ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് ഈ പാലത്തിന് തൊട്ടടുത്തൊരു പാലമുണ്ട്. ഈ പാലത്തിന് മുകളിൽ വെള്ളം കയറുകയും പിന്നെ ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ട്. പുഴകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. പാലക്കാട് കൂട്ടനാട് അരിഗോഡോണിന് സമീപം താമസിക്കുന്ന മേനോത്ത് ഞാലിൽ അശ്വതിക്കാണ് ഇടിമിന്നലേറ്റത്. ഇവരെ കൂട്ടനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 24 കോഴിക്കോട്.
ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. നമ്മൾ പോകുന്ന ബീഹാറിലേക്കാണ്. പ്രതിസന്ധി ഒഴിയാതെ മഹാസഖ്യം. 7 മുതൽ 8 വരെ സീറ്റുകളിൽ സൗഹൃദ മത്സരത്തിന് സാധ്യതയുണ്ട്. പരസ്പരം മത്സരിക്കുന്നത് കോൺഗ്രസിനും മഹാസഖ്യത്തിനും നല്ലതല്ലെന്ന് CPI ജനറൽ സെക്രട്ടറി D രാജ 24നോട് പറഞ്ഞു. സീറ്റ് വിഭജനത്തിൽ മഹാസഖ്യത്തിൽ തമ്മിലടിയെന്ന് BJP വിമർശിച്ചു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൂടരഞ്ഞി പെരുമ്പുള മഞ്ഞക്കടവ് സ്വദേശി കുര്യാളശ്ശേരി കുര്യച്ചന്റെ വീട്ടുവളപ്പിലെ കിണറ്റിൽ വന്യജീവി വീണതായി ജോലിക്കാർ സംശയം പറഞ്ഞത്. തുടർന്ന് താമരശ്ശേരിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും സഹായത്തോടെ പരിശോധന നടത്തി. ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചു പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കിണർ വലയിട്ട് മൂടി. തുടർന്ന് ഇന്നലെ കിണറ്റിൽ ഇരയെ വെച്ചു. കോഴിയിറച്ചിയായിരുന്നു വെച്ചത്. ഇത് കിണറ്റിലുണ്ടായിരുന്ന ജീവി കഴിച്ചു. ഇതിന് പിന്നാലെയാണ് വനംവകുപ്പ് CCTV ക്യാമറകൾ കിണറ്റിൽ വെച്ചത്. ഇതിലൂടെ കിണറ്റിലുള്ളത് പുലിയെന്ന് സ്ഥിരീകരിച്ചു. വൈകുന്നേരത്തോടെ കൂട് കിണറ്റിൽ സ്ഥാപിച്ചു. ഇന്നലെ രാത്രിയാണ് കൃത്യമായിട്ട് അതിനൊരു തെളിവ് കിട്ടിയത്. ഇന്നലത്തെ ഞങ്ങളെ ക്യാമറയിൽ പതിയെ അത് ലെപ്പേഡാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെപ്പേഡാണെന്നുള്ളത് ആരോഗ്യകരമായ ലെപ്പേഡ് തന്നെയാണ്. രാത്രിയിൽ കുടുങ്ങുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. കുടുങ്ങിയാൽ ഞങ്ങൾ ഭയക്കൊടി വെക്കണ്ട. കുടുങ്ങിയാൽ ഞങ്ങൾ ഇത് പൊക്കിയിട്ട് എടുത്തിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഇൻറ്റീരിയറിൽ കൊണ്ടുപോയിട്ട് കാട്ടിലെ ഇൻറ്റീരിയറിൽ തന്നെ. കിണറ്റിനുള്ളിലെ ഒരു പൊത്തിലാണ് പുലി ഉള്ളത്. ഇതിനെ പുറത്തെത്തിക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. മയക്കുവെടി വെച്ചതിനു ശേഷമായിരിക്കും പുലിയെ മുകളിലേക്ക് കയറ്റുക. 24 കോഴിക്കോട്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ട് കോഴിക്കോട് കൂടരഞ്ഞി പെരുമ്പുളയിലെ കിണറ്റിൽ വീണത് പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടാണ്. വനംവകുപ്പ് കിണറ്റിൽ സ്ഥാപിച്ച CCTV ക്യാമറയിലെ ദൃശ്യങ്ങളാണ് പുലി ആണ് എന്നത് സ്ഥിരീകരിച്ചത്. പുലിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമകരമായ ദൗത്യത്തിലാണ് ഇപ്പോൾ വനംവകുപ്പും അഗ്നിരക്ഷാസേനയും പോലീസും ഏർപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ബീഹാറിലേക്ക് പോകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി. മഡൌര മണ്ഡലത്തിലെ LJP സ്ഥാനാർത്ഥി സീമ സിംഗിന്റെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വിനീത VG വിവരങ്ങളുമായി പട്നയിൽ നിന്ന് തത്സമയം. വിനീത, എന്താണ് സംഭവിച്ചത്? പത്രിക തള്ളാനുള്ള കാരണമെന്ത്? അനുജ, ഈ രേഖകളിൽ പോരായ്മ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി എടുത്തിട്ടുണ്ടായിരുന്നത്. മഡൌര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു ഈ സീമ സിംഗ്. സീമ സിംഗിന്റെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ LJP സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയിരിക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. നിലവിൽ ഇനി ആ മണ്ഡലത്തിൽ, മഡൌര മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം ഇനി ആ മണ്ഡലത്തിൽ RJDയും ഒപ്പം തന്നെ ജൻ സുരാജ് സ്ഥാനാർത്ഥിയും തമ്മിലായിരിക്കും ശക്തമായിട്ടുള്ളൊരു മത്സരം ഉണ്ടാവുക. അതിൽ ഇപ്പോൾ വിശദീകരണം എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത് ഇവർ സമർപ്പിച്ച രേഖകളിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ഈ പോരായ്മകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക തള്ളിയതെന്നാണ് അനുജ. ശരി, NDAക്ക് വലിയ തിരിച്ചടിയാണ്. പത്രിക തള്ളിയിരിക്കുന്നു എന്ന വിവരം വിനീത VGയാണ് വിശദാംശങ്ങൾ നൽകിയത്. മെട്രോ മാർട്ടും തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും സംയുക്തമായി ഏർപ്പെടുത്തിയ മെട്രോ ഫുഡ് അവാർഡ് SLK ഫുഡ് പ്രോസസിംഗ് ഡയറക്ടർ M ഖാലിദിന് സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. കടകംപള്ളി സുരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് SN രഘുചന്ദ്രൻ നായർ അധ്യക്ഷനായിരുന്നു. റിസർച്ച് സൊസൈറ്റി ഫോർ ദ സ്റ്റഡി ഓഫ് ഡയബറ്റീസ് ഇന്ത്യയുടെ 53ാമത് ദേശീയ വാർഷിക സമ്മേളനം നവംബർ 6 മുതൽ 9 വരെ നടക്കും. കൊച്ചി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രാൻഡ് ഹയാത്ത് എന്നിവിടങ്ങളിലാണ് പരിപാടി. 14 വർഷത്തിന് ശേഷമാണ് സമ്മേളനം കേരളത്തിൽ നടക്കുന്നത്. രാജ്യാന്തര തലത്തിൽ നിന്നടക്കം 7000-ത്തിലധികം പ്രതിനിധികൾ പങ്കെടുക്കും. പ്രമേഹ പ്രതിരോധം, ചികിത്സ, സാങ്കേതികവിദ്യ തുടങ്ങിയ വിഷയങ്ങളിലെ പുതിയ കണ്ടെത്തലുകളും ആശയങ്ങളും പങ്കുവയ്ക്കുന്ന വേദിയായി സമ്മേളനം മാറും. പുരസ്കാര തിളക്കത്തിൽ 24. സംസ്ഥാന സ്കൂൾ കായികമേള 2024 സമഗ്ര കവറേജിനുള്ള ദൃശ്യമാധ്യമ വിഭാഗത്തിലെ പുരസ്കാരം 24 സ്വന്തമാക്കി. ഒളിമ്പിക്സ് മാതൃകയിൽ ആദ്യമായി സംഘടിപ്പിച്ച മേളയായിരുന്നു കഴിഞ്ഞ വർഷം കൊച്ചിയിൽ നടന്നത്. വിവിധ വേദികളിലായി നടന്ന മേളയിലെ വാർത്തകളും വിശേഷങ്ങളും കൗതുക കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനാണ് പുരസ്കാരം. ഇത്തവണത്തെ സ്കൂൾ കായികമേളയ്ക്കിടെ തിരുവനന്തപുരത്ത് വെച്ച് പുരസ്കാരം സമ്മാനിക്കും.
ബഹ്റൈൻ ഇന്ത്യൻ മീഡിയ അവാർഡ് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ഏറ്റുവാങ്ങി. ബഹ്റൈനിൽ നടന്ന ചടങ്ങിൽ ബഹ്റൈൻ ഗ്രോത്ത് കൺസൾട്ടൻസി സിഇഒ ഉസ്മാൻ അൽ ഷിയാബിൽ നിന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. 1,01,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. ഹാപ്പി ഹാൻഡ്സും ബഹ്റൈൻ മലയാളി കൂട്ടായ്മയും ചേർന്നൊരുക്കിയ പുരസ്കാരമാണ് ഇത്. ഇന്ത്യൻ ക്ലബിൽ നടന്ന ചടങ്ങിൽ PMK പ്രസിഡന്റ് ധന്യ മേനോൻ, സെക്രട്ടറി MS പ്രദീപ്, ഫ്രാൻസിസ് കൈതാരത്ത്, മോനി ഒടിക്കണ്ടത്തിൽ, മുരളീധരൻ പള്ളിയത്ത്, ബിനോയ് മൂത്താട്ട്, ജോമി ജോസഫ്, പ്രദീപ് കട്ടിപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിയമനക്കോഴ ആരോപണത്തിൽ MLA IC ബാലകൃഷ്ണനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലേക്ക് നിയമനത്തിനായി കോഴ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് കേസ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. രാജിവെക്കില്ലെന്നും നിയമവഴിയിൽ മുന്നോട്ടു പോകുമെന്നും IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബത്തേരി കേന്ദ്രീകരിച്ചുള്ള ബാങ്കുകളിൽ നിയമനം നടത്താമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയെന്നാണ് ആരോപണം. NM വിജയന്റെ ആത്മഹത്യയ്ക്ക് ശേഷം പുറത്തായ കുറിപ്പുകളിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രാഥമിക അന്വേഷണം നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് MLA പ്രതി ചേർത്തത്. MLA സ്ഥാനം രാജിവെക്കാൻ IC ബാലകൃഷ്ണൻ തയ്യാറാകണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. FIR ഇട്ട് കേസെടുത്ത് ഒന്നാം പ്രതി ആയി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം എന്നതാണ് CPIM ആവശ്യപ്പെടുന്നത്. ഇനി MLA സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അർഹതവുമില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് തന്നെ കേസിൽ പ്രതി ചേർത്തതെന്ന് IC ബാലകൃഷ്ണൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇതിന്റെ മുൻപ് ഞാൻ പറഞ്ഞു, രാജിവെക്കേണ്ടതായ രീതിയിലുള്ള ശിക്ഷാ നടപടി വന്നു കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി എന്നോട് പറയും രാജിവെക്കാൻ. പാർട്ടിക്ക് വിധേയനാണ് ഞാൻ. ഇത് രാഷ്ട്രീയം കളിക്കുകയാണ് CPM. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് DYFI പ്രതിഷേധവുമായി രംഗത്തെത്തി. ബത്തേരിയിലെ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.